ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പറയുന്ന മന്ത്രിയെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സിംഗിൾ വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഒരാളുടെ കയ്യിലും ലഭ്യമല്ല. ഒരാളുടെ കയ്യിലും അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഇല്ല. ഞാൻ വീണ ജോർജിന് പരിക്ക് പറ്റിയത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM പ്രതിഷേധം നടത്തുന്നത് ഇതിന്റെ പേരിലല്ല. മന്ത്രി എന്ന് പറഞ്ഞ് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല CPM പ്രതിഷേധം നടത്തേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ശസ്ത്രക്രിയയുമായിട്ട് ആശുപത്രിയിൽ ചെന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടു. എവിടെയെങ്കിലും DYFIയുടെയോ CPMന്റെയോ പ്രതിഷേധങ്ങൾ കണ്ടോ? കൈക്ക് പരിക്കുമായി ആശുപത്രിയിലേക്ക് ചെന്ന ഒരു രോഗിക്ക് കണ്ണിന് ചികിത്സ നടത്തിവിട്ടിരിക്കുന്നു, ശസ്ത്രക്രിയ നടത്തിവിട്ടിരിക്കുന്നു. എവിടെയെങ്കിലും CPMന്റെ DYFIയുടെ പ്രതിഷേധങ്ങൾ കണ്ടോ? അങ്ങനെ ആശുപത്രികളിൽ ചെല്ലുന്ന ആളുകൾക്ക് ന്യായമായിട്ടുള്ള ചികിത്സ അവിടെ ലഭിക്കുന്നില്ല. ഇവിടെ മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇറങ്ങി വരേണ്ടുന്ന ഒരു അവസ്ഥ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തപ്പെടണം. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അത്താഴപ്പഷ്ണിക്കാരായിട്ടുള്ള ആളുകൾ, ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികളും കർഷകരും മറ്റ് അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭയകേന്ദ്രമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. ആ സർക്കാർ ആശുപത്രികളിൽ മിതമായ രീതിയിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ചികിത്സ ഒരുക്കാൻ ഈ സർക്കാർ തയ്യാറാകണം. കഴിഞ്ഞ ദിവസത്തെ ഈ പറയുന്ന വയറ്റിൽ കത്രികയുമായിട്ട് കണ്ടു എന്ന് പറയുന്ന സ്ത്രീയോട് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഭയമാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും സാധാരണ ജനങ്ങൾക്കും സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ്. ആ ഭയം മാറ്റാനാണ് ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടത്. ആ ഭയം മാറ്റാനതിന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളാണ് SFIയും DYFIയും CPM നടത്തേണ്ടത്. അല്ലാതെ മന്ത്രി നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾക്ക് ഇത്ര നേരമായല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പറയുന്ന മന്ത്രിയെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സിംഗിൾ വിഷ്വൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഒരാളുടെ കയ്യിലും ലഭ്യമല്ല. ഒരാളുടെ കയ്യിലും അത്തരത്തിലുള്ള ഒരു വിഷ്വൽ ഇല്ല. വീണ ജോർജിന് പരിക്ക് പറ്റിയത് നിങ്ങൾ കാണണം. ഈ പറയുന്ന വീണ ജോർജിന് പരിക്ക് പറ്റിയെന്നാണ് ചില ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ കൈക്ക് പറ്റിയ പരിക്കുകളെല്ലാം കാണിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. ഇന്ന് മട്ടന്നൂർ പരിപാടിക്ക് മന്ത്രി പങ്കെടുക്കുമ്പോൾ ഈ പരിക്കുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ഈ സമാനമായിട്ടുള്ള രീതിയിലേക്കുള്ള പരിക്കുണ്ട്. പിന്നെ ഈ വിഷ്വല് ഈ പറയുന്ന ചാനലുകളെല്ലാം കാണണം. ഇതിൽ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ വരുന്നത് വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള സമരങ്ങൾക്കെതിരെ CPM പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല എന്നാണ് ശിവകുട്ടി പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ പത്തനംതിട്ടയിലെ സംഭവത്തിന് ശേഷം അവരൊരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ, രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്ന് പോലും അത്തരത്തിലേക്കുള്ളൊരു സംസാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതിഷേധമായിട്ട് ചെന്ന KSU പ്രവർത്തകർക്ക് ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രിയുടെ ശരീരത്തിന് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് യാതൊരു നടപടികളും ഉണ്ടാകരുത്. അവരത് അക്ഷരം പ്രതി KSUവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ MC-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രതിഷേധവുമായി ചെന്നപ്പോൾ മന്ത്രിയുടെ ശരീരത്തിന് പരിക്കേൽക്കുന്ന തരത്തിൽ യാതൊരു രീതിയിലേക്കുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പോലീസ് സുരക്ഷ അത് ഞാൻ പറയുന്ന ഈ 5 KSUകാർ ഈ 20ഓളം വരുന്ന അല്ലെങ്കിൽ 25ഓളം വരുന്ന കേരള പോലീസിനെ നേരിടാൻ പാകത്തിന് അത്ര അമാനുഷികരൊന്നും ഈ KSU പ്രവർത്തകർ ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് അത് മന്ത്രിയുടെ ദേഹത്ത് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമരം പോയിട്ടില്ല. അത് CPM സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നതാണ്. അവരിതൊരു അവസരമായി അതിനെ കണ്ടിരിക്കുകയാണ് CPMകാർ. ഈ ഇത്തരത്തിൽ കുറെ പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ 90% വീഴ്ചകൾ സംഭവിക്കുന്നത്. പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയും KSU അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സംഘടനകളോ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിക്കെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ശക്തമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വന്ന ഘട്ടത്തിലാണ് ഇവരിതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 9.25 വർഷക്കാലം അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരാണ്. ആരോഗ്യ മേഖലയിൽ അത് സ്വകാര്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സർക്കാർ ആയിക്കോട്ടെ, ഈ മേഖലയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട ആളുകൾ ആരാണ്? കേരളത്തിൻ്റെ സർക്കാരല്ലേ, കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പല്ലേ, ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ. എന്നിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നടത്തുന്ന ന്യായീകരണം സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രതികരണമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിക്കുക.